ഇന്നാണ് ജിമ്മിലെ ഓണം, ജിമ്മോണം. സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് വലിയ ഓണമൊന്നും ഇല്ലായിരിക്കുന്ന സമയത്തെ ഒരോണം. അപ്പൊ പോയാലോ? ഒന്ന് നന്നാവാനും സമ്മതിക്കില്ല മനുഷ്യനെ. നേരത്തെ വന്നു കഴിഞ്ഞപ്പോ വൻ പോസ്റ്റ്. ഞാനും ഒരു 2 പയ്യന്മാരും ദേ 2 പെട്ടികൾ മാത്രമേ ഉള്ളൂ. ആഗ്രഹിച്ച് വന്നിട്ട് ഈ ഒരു ഓണം മഴ കൊണ്ടുപോകുന്നുള്ള പേടി ഉള്ളിൽ. പിന്നെ ഷട്ടറൊക്കെ തുറന്നു വന്ന് അകത്ത് കയറിയപ്പോ മമ്മൂട്ടിയുടെ ചായത്തിലുള്ള ഒരു മായവേലി ആ സെറ്റ് മുണ്ടും കണ്ടുപിടിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചു. പൂവൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആരോ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ആശാൻ സ്പോൺസർ ചെയ്ത പൂക്കൾ ഇട്ട് തുടങ്ങി. നമ്മൾ സെറ്റ് മുണ്ട് കൊടുത്തോണ്ട് റിസ്ക് എടുക്കാൻ പോകണ്ട, നമുക്കപ്പോൾ ആ സമയം കൊണ്ട് ഫോട്ടോസ് എടുക്കാം. കസേരകളിലേക്ക് ഞാൻ ഫസ്റ്റ് അടിച്ചു ഗെയ്സ്. നെക്സ്റ്റ് സ്പൂൺ റൈസ് വന്നപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഫസ്റ്റ് ആയി, പക്ഷെ ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ സെക്കൻഡ് ആയി പോയി. എന്നാലും സന്തോഷമായി, കാരണം ആശാരിന്റെ തള്ളി വിട്ടതാണ്. നന്ദിയുണ്ട് ആശാരിന്, നന്ദിയുണ്ട്. ഇതായിരുന്നു എന്റെ ജിം പാർട്ട്ണർ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഞങ്ങൾ കാണാറുള്ളൂ. ഇതൊന്നും ഒരു വിഷയമേ അല്ലാന്ന് കരുതി 2 പേര് ഇവിടെ 1 ലെമൺ ബിസിനസ് നടത്തുക. ഇനി സദ്യയാകാം. 2 പപ്പടമൊക്കെ കിട്ടുന്ന സദ്യയൊക്കെ സ്വപ്നത്തിൽ മാത്രം. ഇന്ന് അതൊക്കെ ഇവിടെ കണ്ടുപഠിക്കണം. അങ്ങനെ ചോറ് വന്നു. ഒരു നീണ്ട സദ്യ കഴിഞ്ഞ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ചാർജ് ആയിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണ്. എന്താ അടുത്തത് വടം വെച്ച് നമുക്കിങ്ങനെ വായസ കുടിച്ച് രസിച്ച് ഗാലറി ഇരിക്കുക. എന്താ സുഖം. അങ്ങനെ വടംവലിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് 2 ട്രോഫീസ് വാങ്ങിക്കാനുണ്ട്. വീണ്ടും നന്മയുടെ പ്രതീകമായ ആശാൻ. അങ്ങനെ ട്രോഫിയും പായസമൊക്കെ പകട്ടിലാക്കി ഞാനിങ്ങ് പോന്നു. നമ്മുടെ ഓണം ഇത്രേ ഉള്ളൂ. ഈ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓർക്കുമ്പോൾ തന്നെ സന്തോഷം തരുന്ന ഒരു ഓണക്കാലം ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ അത് നിങ്ങൾ മിസ് ചെയ്യുന്നില്ലേ? സത്യമല്ലേ? സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ടൈം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം, എൻജോയ് ചെയ്യണം. അത് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കരഞ്ഞു പോയി ഞാൻ. പോടുന്നു.